ഹലോ, എല്ലാവർക്കും നാട്ടിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷം 12 സ്ലേഹന്മാരുടെ നേർച്ചയും പിടിയുമാണ്. ഈ പിടിയും കോഴിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ പലർക്കും ഈ പിടിയും കോഴി എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. ഈ പിടിയും കോഴിയും മെയിനായിട്ടും 12 സ്ലേഹന്മാരുടെ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഇതൊരു പണ്ടത്തെ ഒരു പരമ്പരാഗതമായ ഒരു കാര്യമാണ്. നമ്മൾ പണ്ടത്തെ ക്രിസ്ത്യാനികൾ കൊയ്ത്തുകാലമൊക്കെ കഴിയുമ്പം നല്ല വിളവ് കിട്ടിയത് കൊണ്ട് അതിനൊരു നന്ദിയായിട്ട് 12 മുതിർന്നവരെയോ കുട്ടികളെയൊക്കെ ആയിട്ട് 12 പേരെയും ഇടവകാരിയും വിളിച്ച് അവർക്ക് ഊട്ടുനേർച്ച കൊടുക്കും. ചില സ്ഥലങ്ങളിൽ അതിന് പെസഹ കൂട്ടെന്നും പറയും. അപ്പം അതിൻ്റെ കൂട്ട് ഉണ്ടാക്കുന്ന കൂട്ട് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം. അപ്പം ആദ്യം നമ്മൾ കുറച്ച് 4 വെളുത്തുള്ളിയും 4 ചുവന്നുള്ളിയും കുറച്ച് ജീരകം എടുത്ത് ചതച്ചു. പിന്നെ 1.5 മുറി തേങ്ങ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന കപ്പിലേക്ക് നമ്മൾ 2 കപ്പ് അത്രയാണ് നമ്മൾ പൊടി എടുത്തിരിക്കുന്നത്. ഈ പൊടി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിന് വേണ്ടി പൊടിക്കുന്ന പൊടി. ആ പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പൊടിയിൽ നിന്ന് കുറച്ച് പൊടി നമ്മളെടുത്ത് പിന്നീട് നമുക്ക് കൊഴുപ്പ് കൂട്ടാൻ കുറച്ച് കൂട്ട് വേണം. അതിനു വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ പൊടിയാണ് നമുക്ക് ഉരുളയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അമ്മയുടെ നേതൃത്വത്തിൽ നമ്മൾ പാത്രമൊക്കെ വെച്ച് നമ്മൾ പരിപാടി തുടങ്ങുവാണ്. ഈ വെള്ളത്തിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും ജീരകവും ചേർത്തിട്ടാണ് ഈ വെള്ളം തിളപ്പിക്കുന്നത്. ഈ തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഈ പൊടി നമ്മളിപ്പോൾ പിടിക്ക് വേണ്ടിയിട്ടുള്ള പൊടി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കയ്യിലോ അല്ലെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും എടുത്തിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊന്ന് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പരുവം അല്ലെങ്കിൽ കൊഴുക്കട്ടയ്ക്ക് ഒഴിക്കുന്ന ഒരു പരുവം, ആ പരുവത്തിലാണ് നമ്മൾ ഈ പിടിക്ക് വേണ്ടിയിട്ട് കുഴക്കേണ്ടത്. അപ്പം നമുക്ക് കുറച്ച് നേരം കുഴച്ചിട്ട് ഈ തവി വെച്ച് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ ഒരു അളവ് കിട്ടും. അതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാകുമ്പം ആ ചൂടിൽ കൈ വെച്ച് തന്നെ അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം നന്നായിട്ട് കുഴച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിടി പൊടിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ നന്നായിട്ട് പിടി കുഴച്ചെടുക്കണം. സാധാരണഗതിയിൽ നമ്മൾ പിടി കുഴച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. അരമണിക്കൂർ ടു 1 മണിക്കൂർ നമ്മൾ വെക്കണം. പക്ഷെ നമ്മളിത് ട്രയലായിട്ട് ചെയ്ത് നോക്കുന്ന, നമ്മൾ ഈ തലേദിവസം നമുക്ക് 12 സ്ലേഹന്മാരെ നേർച്ചെടുത്ത് തലേദിവസമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധിക നേരമൊന്നും വെച്ചില്ല. നമ്മൾ കുഴച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നനവ് കൂടുതലാണെന്ന് തോന്നിയപ്പം നേരത്തെ മാറ്റി വെച്ച് ആ ഒരു കൂട്ടിൻ്റെ അകത്ത് മാറ്റി വെച്ച ആ ഒരു പൊടിയെടുത്ത് അതും കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും കുഴച്ച് വെച്ചു. അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഉരുളിയാക്കി. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഈ ഉരുളയാക്കുന്നത്. ചെറിയ ഉരുള അല്ലെങ്കിൽ നമ്മൾ ഏതാണോ ഒരു സൈസിൽ ആ ഒരു സൈസിൽ തന്നെയുള്ള ഉരുള ഉണ്ടാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേവ് കിട്ടത്തില്ല. അതുകൊണ്ട് കുഞ്ഞു ഉരുള ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഇത്തിരി ഒരു പണി പിടിച്ച പരിപാടിയാണ്. വീട്ടിലുള്ള പിള്ളേരെയും എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ഉരുള ഉരുട്ടാം. കുറേ കൈകളുടെ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 3 പാത്രത്തോളം ഒരു ഉരുള നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഉരുളയെല്ലാം നമ്മൾ പിന്നീട് വെള്ളം വയ്ക്കും. ആ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ചതച്ചിട്ട വെള്ളത്തിൻ്റെ അകത്ത് ഒരു 1/2 കപ്പോളം വെള്ളം വെച്ചോണ്ടായിരുന്നു. അതിനകത്തോണ്ട് പിന്നീട് ഒരു 2 കപ്പ് വെള്ളത്തോളം നമ്മൾ ഒഴിച്ചു. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം അതിൻ്റെ അകത്തോട് നമ്മൾ ആ ഉരുളിയിട്ടിട്ട് കുറച്ച് നേരം നമ്മൾ അത് അനക്കാതെ വെക്കും. അതിന് ശേഷം കുറച്ചായി കഴിയുമ്പോൾ കുറച്ച് വെന്തം തോന്നിക്കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ കയ്യിലിട്ടത് ഇളക്കുന്നത്. ആദ്യം തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഉരുള ചിലപ്പം പൊടിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഈ വെള്ളം വെക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഉപ്പിടണം. അല്ലെങ്കിൽ ഒരു പിടിക്ക് നന്നായിട്ട് ഉപ്പ് ചേരത്തില്ല. അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് തേങ്ങയും പൊടിയും മാറ്റി വെച്ചിരുന്ന പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മളത് കൈകൊണ്ട് തിരുമ്മി വെക്കുകയാണ്. ഇതാണ് നമ്മൾ ഉരുള വെന്തതിന് ശേഷം ആ ഒരു വെള്ളത്തിലോട്ട് നമ്മളിതിടും. എന്നാലാണ് ഉരുളയ്ക്ക് ആ ഒരു തിക്നെസ് വരുള്ളൂ, അല്ലെങ്കിൽ ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ നേരത്തെ തന്നെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില വെച്ചിരുന്നു. ആ കറിവേപ്പിലയുടെ ടേസ്റ്റും കൂടി ആവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പിടിയുടെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇപ്പം നമ്മൾ ആ കൂട്ടിടുവാണ്. ആ ഒരു തിളച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ കൂട്ടിട്ടു. അതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഇനി കുറുകി വരണം. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ആ ഒരു
കുറച്ച് തീ ഒരു മീഡിയത്തിലേക്ക് വെച്ച് നമ്മൾ ആ ഒരു വെള്ളം കുറുക്കി എടുത്ത് വേണം വെക്കാൻ. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 2 കപ്പ് പൊടിയാണെങ്കിൽ ഒരു 3 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ 2.5 കപ്പ് ഒഴിച്ചാൽ മതിയായിരിക്കും. പിന്നീട് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1/2 കപ്പ് വെള്ളമല്ല, ചൂടുവെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ച് ആ ഒരു അളവ് കറക്റ്റാക്കിയാൽ മതിയായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടുതലുണ്ട്, അപ്പം ഞങ്ങളത് പിന്നീട് അത് വറ്റിച്ചെടുത്തു. എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് വന്നു. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും നോക്കുന്നത് നല്ലതായിരിക്കും. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഞങ്ങളുടെ ട്രയൽ സക്സസ് ആയി. നല്ല രീതിയിൽ ഞങ്ങൾക്ക് പിടിയൊക്കെ കിട്ടി. ഇതാണ് ഞങ്ങളുടെ ട്രയലിൻ്റേത്. പിന്നീട് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആ ഒരു 12 സ്ലേമാർ നേർച്ചയുടെ ദിവസം ഞങ്ങളുണ്ടാക്കിയ പിടിയാണ്. ആ അന്നത്തെ പിടിയും ദൈവാനുഗ്രഹത്തെ നല്ല രീതിയിൽ വന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗ്രേവി ആണേലും കറക്റ്റായിരുന്നു, എല്ലാ വേവും എല്ലാം കറക്റ്റായിരുന്നു. അപ്പം നിങ്ങൾക്കും പിടിയും കോഴിയൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതൊക്കെ നോക്കി നിങ്ങൾക്കും ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും പരിപാടിയെല്ലാം കറക്റ്റായിട്ട് നടന്നു പോയി. എല്ലാം നല്ല രീതിയിൽ നടന്നു. എല്ലാവർക്കും ഫുഡും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ കാണുന്നതാണ് നമ്മളുടെ പിടി. പിന്നെ അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഊണും കൊടുക്കും, ഇറച്ചിയൊക്കെ കൂട്ടി ഒരു ഊണും കൊടുക്കും. ആ ഒരു വിഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ വ്ലോഗ് വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ശരി, നമുക്ക് പിന്നെ കാണാം.